ഹായ് ഹായ് നിമ്മൽ ജീപ്പാണ് അല്ലേ? യെസ്. ഓക്കെ, നമ്മുടെ കൂൺ സിനിമയിലെ നായകനാണ് അല്ലേ? കൂൺ സിനിമയെ കുറിച്ച് രണ്ടു പേർക്ക് ആദ്യം ഒന്ന് പറഞ്ഞു തുടങ്ങാം. തീർച്ചയായിട്ടും. കൂൺ സിനിമ എന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതൊരു പ്യുവർലി ഒരു എക്സ്പെരിമെൻ്റൽ സിനിമയാണ്. നമ്മുടെ മലയാളത്തിൽ നിന്ന് സാധാരണയായിട്ട് വരാത്ത എന്നാൽ വ്യത്യസ്തമായിട്ട് ട്രൈ ചെയ്യാൻ ശ്രമിച്ച ഒരു സിനിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുവരെ കാണാത്തൊരു ടൈപ്പ് സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് കൊടുക്കുന്ന സിനിമ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള എല്ലാ കോൺഫിഡൻസും ഉണ്ട് നമുക്ക്. ഓക്കെ, കൂണിനെ പറ്റി പറയുമ്പം ശരിക്കും ഇതൊരു അഡൽട്ട് കണ്ടന്റ് ടൈപ്പ് മൂവി എന്നുള്ള രീതിയിലാണ് സർട്ടിഫിക്കറ്റ് ആണല്ലേ? അപ്പൊ അതെന്തുകൊണ്ടാണ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ കാരണം എന്താണ്? ഈ സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ സിനിമയുടെ ഇത് സെൻസർ ബോർഡിൻ്റെ കണ്ടീഷൻസ് അല്ലെങ്കിൽ അവരുടെ ലോ അറിയാവുന്ന ആളുകൾക്ക് ഒരുപക്ഷെ വളരെ ക്ലിയർ ആയിരിക്കും. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ചില ജസ്റ്റേഴ്സ്, ഡയലോഗ്സ് അത് സെക്ഷുവലി മാത്രം റിലേറ്റ് ചെയ്തിട്ടല്ലല്ലോ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ സിനിമയിൽ ചില ഡയലോഗ്സും അതിൻ്റെയൊക്കെ കാരണം കൊണ്ടാണ് ഇതിന് സർട്ടിഫിക്കറ്റ് കിട്ടിയേക്കുന്നത്. അല്ലാണ്ട് സെക്ഷുവലി ഒരു അങ്ങനത്തെ അതിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന സിനിമയായിട്ടല്ല. നമ്മുടെ ഡയലോഗ്സ് അതൊക്കെ അതിൻ്റെ റീസണാണ്. അതുകൊണ്ടാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയേക്കുന്നത്. ഈ സിനിമ എന്ത് കണ്ടന്റാണ് സംസാരിക്കുന്നത്? ഇത് ഒരു റൊമാൻറ്റിക് ത്രില്ലർ എന്ന് പറയാൻ പറ്റും നമുക്ക് സിനിമയെ പറ്റി. ഇത് സംസാരിക്കുന്നത് എന്താണെന്ന് ഒരു പരിധിക്കുള്ളിൽ എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ആ ഒരു സിനിമയുടെ ഒരു രസം ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഇത് കാരണം ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഹീറോ ഓറിയൻറ്റഡ് സിനിമയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഹീറോ ഓറിയൻറ്റഡ് സിനിമ തന്നെയാണ്. ഒരു ഹീറോയിൻ ഓറിയൻറ്റഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും പറയാവുന്നതാണ്. കാരണം ഈ രണ്ടുപേർക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പേസ് കൊടുത്തേക്കുന്ന സിനിമയാണ്. ഇപ്പോൾ ഹീറോയുടെ തന്നെ എടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ രണ്ടായിട്ട് ഒന്നോടെ സെപ്പറേറ്റ് ചെയ്യാം. ഹീറോ വില്ലനാണോ എന്ന് വെച്ചാൽ മേ ബി ഹീസ് എ വില്ലൻ, വേറെ ആംഗിൾ നോക്കിയാൽ ഹീസ് എ ഹീറോ. അപ്പോൾ അങ്ങനെ ഒരുപാട്. പിന്നെ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് വെച്ചാൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് സിനിമയിൽ തുടക്കം വന്നത്. അപ്പോൾ അതിനുശേഷം അഭിനയം തന്നെയായിരുന്നു. ഞാൻ ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന ജയേട്ടൻ്റെ പ്രൊജക്റ്റായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചൊരു ന്യൂ കമ്മർ എന്നുള്ള നിലയിൽ ഒത്തിരി ഏരിയാസിൽ ടച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരു ആസ് ആൻ ആക്ടർ. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നൊരു ഫൈറ്റ് ഇല്ല, ഫൈറ്റ് സീക്വൻസ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ഏരിയാസും നമുക്ക് ബാക്കിയുള്ള എല്ലാ ഇമോഷനിലും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ന്യൂ കമ്മറെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്, നമ്മളുടെ ഒരു ഭാഗ്യം എന്ന് തന്നെ പറയാം. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതെന്നെ സംബന്ധിച്ച് വളരെ ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഒരു തുടക്കം നമ്മളൊരു സിനിമയുടെ എണ്ണത്തിലല്ലോ കാര്യം, നമ്മൾ ചെയ്യുന്ന സിനിമകളിൽ നമുക്കൊക്കെ പ്രേക്ഷകൻ ചിന്തിക്കുകയാണ് ഓക്കെ ഇവൻ കൊള്ളാം എന്ന് ചിന്തിച്ചാൽ നമ്മൾ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അടുത്ത നല്ല അവസരങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നു. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. നമ്മുടെ ജോലി കഴിഞ്ഞു. ലെറ്റ്സ് വെയിറ്റ്. അതെ തീർച്ചയായിട്ടും ഫസ്റ്റ് സിനിമ. ഞാൻ ഫസ്റ്റ് സിനിമ തന്നെ നായകനായിട്ടാണ്. പക്ഷേ അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ലോ. ഞാനൊരു ഓൾമോസ്റ്റ് ഒരു 14 years ആയി സിനിമയിൽ തന്നെ ഒരു ബ്രേക്കിന് വേണ്ടി തന്നെ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയത്. പിന്നെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഒരു തമിഴ് സിനിമ, ആക്ച്വലി എനിക്ക് ഇവിടെ ഒരു നല്ല സിനിമയിൽ വലിയൊരു ക്യാരക്ടർ കിട്ടിയ സമയത്താണ് എനിക്ക് തമിഴിൽ നിന്ന് വേറൊരു സിനിമ കിട്ടുന്നത്. അപ്പോൾ അത് ചെയ്യാൻ പോയി. അത് കറക്റ്റ് 2019 എൻ്റെ ഷൂട്ട് തുടങ്ങിയത്. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി ഒത്തിരി ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ മുടിയൊക്കെ എത്രയും വളർത്തി അത്രയും നല്ല രസകരമായിട്ട് വന്നതാണ്. പക്ഷേ അതെന്താ വെച്ചാൽ കൊറോണ വന്നപ്പോൾ പടം നിർത്തി വെച്ചു. അപ്പോൾ അതിൻ്റെ അകത്തൊരു ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടർ, കുട്ടി വലുതായതുകൊണ്ട് ആ സിനിമ മൊത്തത്തിൽ നമ്മൾ നിർത്തി വെക്കേണ്ടി വന്നു. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒത്തിരി പറയുമ്പോൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓവർനൈറ്റ് സക്സസ് എന്ന് പറയാൻ പറ്റില്ല. ഓൾമോസ്റ്റ് 14 years ഓഫ് സ്ട്രഗിൾ ഉണ്ട് എൻ്റെ ബാക്കിൽ. അല്ലല്ല, അത് നമ്മുടെ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ സിനിമയുടെ കഥയിലും അതൊരു ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടർ തന്നെയാണ്. ഒരു ചെറിയൊരു കുട്ടി കഥാപാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സിനിമയിൽ അതിൻ്റെ റീസൺസ് പറയുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പേര് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല, ഒന്നുമില്ല. ഇത് നമ്മൾ പത്തനംതിട്ട ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ കാക്കനാട് തന്നെ ഷൂട്ട് ചെയ്ത് ഫ്ലാറ്റിലായിരുന്നു ഷൂട്ട്. ഒത്തിരി ലൊക്കേഷൻ ഷിഫ്റ്റ് ഉണ്ടായിരുന്നില്ല. കാരണം സ്ക്രിപ്റ്റ് അങ്ങനെയാണ്.
മനസ്സിലായി. അത് ചുരുളിയായിട്ടൊന്നും യാതൊരു എന്താ പറയുക, ഒരു റിലേഷൻ സിനിമയ്ക്കില്ല. അത് നടക്കുന്ന ഒരു സ്പേസ് വേറെയാണ്, നമ്മുടെ സിനിമ നടക്കുന്ന എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സോ ദർ ഈസ് നോ റിലേഷൻ ബിറ്റ്വീൻ ചുരുളി ആൻഡ് കൂൺ മൂവി. അത് വളരെ ക്ലിയർ ആണ്. ഹേമ കമ്മിറ്റി വിഷയം സംസാരിക്കാതിരിക്കാൻ സംസാരിക്കാതിരിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. എന്ത് സിനിമയായിട്ട് ബന്ധപ്പെട്ട് നടന്മാരോടാണെങ്കിലും ടെക്നീഷ്യന്മാരോടാണെങ്കിലും എല്ലാം നമുക്ക് ഈ ചോദ്യം ഒരു അനിവാര്യമായി തീർന്നിരിക്കുകയല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇത് വലിയൊരു സിസ്റ്റത്തെ എന്താ പറയുക, കുറേ തെറ്റുകളെ റിക്കറക്റ്റ് ചെയ്തിട്ട് കുറേ ശരികളിലേക്ക് നയിക്കും എന്നുള്ളതാണെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അത് നമ്മൾ വെൽക്കം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതൊരിക്കലും മോശമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അതിൻ്റെ ഉദ്ദേശശുദ്ധി വളരെ ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല കാര്യം തന്നെയാണ്. അത് ഒരിക്കലും മോശം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നല്ലതിന് എപ്പോഴും നല്ലതെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അതെ, ഹേമ കമ്മിറ്റി വിഷയത്തിൽ വരുമ്പോൾ പല സ്ഥലത്തുനിന്നും പല വെളിപ്പെടുത്തലുകളും വരുന്നു. ഈ വെളിപ്പെടുത്തലുകളൊക്കെ സത്യസന്ധമാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താ പറയുക, വി ഹാവ് എ ഗുഡ് ലോ സിസ്റ്റം അല്ലേ. സോ അവരതിൻ്റെ ശരിയും തെറ്റും കണ്ടുപിടിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ സംബന്ധിച്ച അഭിപ്രായം. കാരണം എനിക്കിതിനെപ്പറ്റി നേരിട്ടൊന്നും അറിയില്ല. സോ ഞാനിപ്പോൾ എന്തെങ്കിലും അതിൻ്റെ ഒരു പരിമിതമായ ഒരു അറിവ് വെച്ചിട്ട് അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. സോ ലെറ്റ്സ് വെയിറ്റ്. അത് എന്താ പറയുക, എൻ്റെ അധികാരപ്പെട്ട ആളുകൾ അത് നമ്മുടെ നിയമം അനുവദിക്കുന്ന രീതിയിൽ അതിൻ്റെ ശരിയും തെറ്റും കണ്ടുപിടിക്കട്ടെ. അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടും അതിന് കൊടുക്കുന്ന പണിഷ്മെൻ്റ് ആയിക്കോട്ടെ, അതിൻ്റെ എന്താണോ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനുള്ള എല്ലാ സിസ്റ്റവും നമ്മുടെ രാജ്യത്തുണ്ട്. സോ മലയാള സിനിമയ്ക്ക് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് ഗുണമാണോ ദോഷമാണോ? ഞാൻ മനസ്സിലാക്കിയതിടത്തോളം ഇതിൻ്റെ ഉദ്ദേശം നല്ലതായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് നല്ലതിന് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു സമയത്ത്, അതായത് ഈ ഒരു 2024 തുടക്കം മുതൽ നമുക്ക് നല്ല സിനിമകൾ വന്നിരിക്കുന്ന സമയം, അതിന്റെ ഒരു പകുതിയോടെ അടിക്കുന്ന സമയത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്നു. അത് സിനിമകളെ എത്രത്തോളം ബാധിക്കുന്നു? സിനിമകളെ അങ്ങനെ ഡയറക്റ്റ് ബാധിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഇതിനു മുമ്പും പല പ്രശ്നങ്ങളും ഉണ്ടായ സമയത്തും നമ്മുടെ സിനിമയിലല്ലായിരിക്കും മറ്റുള്ള സിനിമകളിലും ഉണ്ടെങ്കിലും നല്ല സിനിമകൾ പ്രേക്ഷകർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കാണാറുണ്ട്. ഒരിക്കലും നല്ല സിനിമയെ അവർ കൈവിട്ടിട്ടില്ല. അത് മൾട്ടി ക്രോർ സിനിമ ആവണമെന്നൊന്നുമില്ല. ചെറിയ ബഡ്ജറ്റ് സിനിമകളാണെങ്കിലും അത് വലിയ കളക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇപ്പോഴല്ല, കാലകാലങ്ങളായിട്ട് അങ്ങനെ ഒത്തിരി സിനിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സിനിമയെ ഡയറക്റ്റ് ബാധിക്കുമെന്ന് നമ്മൾ തോന്നുന്നതാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നല്ല സിനിമ വന്നാൽ തീർച്ചയായിട്ടും അത് ഇവിടെ എന്താ പറയുക, 50 crore ക്ലബ് ആയിക്കോട്ടെ, 100 crore ക്ലബ് ആയിക്കോട്ടെ, ഇതൊക്കെ തീർച്ചയായിട്ടും കയറും. അതുകൊണ്ട് നമുക്കങ്ങനെ പ്രത്യക്ഷത്തിൽ തോന്നാം ഇറ്റ് വിൽ അഫക്റ്റ് വെരി ബാഡ്ലി. ബട്ട് നല്ല സിനിമയ്ക്ക് എന്നും ഇവിടെ പ്രേക്ഷകർ ഉണ്ടായിട്ടുണ്ട്. സോ അത് തിയേറ്ററിൽ ഒരു പരിധി കൂടുതൽ നമുക്ക് തടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഓൾറെഡി പല സിനിമയിലും അഭിനയിച്ചതല്ലാണ്ട് എക്സ്പീരിയൻസ് ഉണ്ട്. എന്തെങ്കിലും വിഷയങ്ങൾ നടന്നിട്ടുണ്ടോ? എൻ്റെ അറിവിൽ നടന്നിട്ടില്ല. മറ്റുള്ള സ്ഥലങ്ങൾ നടന്നിട്ടുണ്ടോ എനിക്കറിയില്ല. നമുക്ക് ഡയറക്റ്റ് കണ്ണിന് കാണാത്ത സാധനം വെച്ചിട്ട് നമുക്ക് വെറുതെ പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ എന്താ പറയുക, എൻ്റെ പരിചയത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ല. അങ്ങനെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അത് ചുമ്മാ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി പറയുന്നതല്ല, ട്രൂ ഫ്രം ഹാർട്ട്. ദാറ്റ്സ് ഓൾ വാട്ട് ഐ ക്യാൻ സേ. സോ അത് നമുക്കങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല.